മൊബൈലും സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ഫോൺ വളരെ സേഫ് ആണ്, നമ്മുടെ രഹസ്യങ്ങളെല്ലാം ഇതിൽ വളരെ രഹസ്യമായി തന്നെ നിൽക്കും, മറ്റാരും നമ്മുടെ കാര്യങ്ങളൊന്നും അറിയില്ല എന്നുള്ള. പക്ഷെ ഞാൻ ഇവിടെ കാണിച്ചിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം ബാക്കിയുള്ളവർ നമ്മുടെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ സാധിക്കും. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നില്ല, സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഉപയോഗിക്കുന്ന നമ്മൾ എല്ലാവരും പേടിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഫോണിലുള്ള രഹസ്യങ്ങൾ. അതായത് നമ്മൾ എവിടെയെല്ലാം പോകുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ന് ഞാൻ എന്തെല്ലാം ചെയ്തു, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫോണ് മറ്റാരുടെയും കയ്യിൽ കിട്ടിയിട്ട് ഓൺ ദി സ്പോട്ടിൽ അവർക്ക് അറിയാൻ സാധിക്കും. അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായി നമ്മളൊന്ന് ചെയ്യേണ്ടത്, നമ്മൾ സെറ്റിംഗ്സിലൊന്ന് പോവാം. ആ സെറ്റിംഗ്സിലൊന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഏറ്റവും മുകളിൽ സെർച്ച് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. എല്ലാവരും കറക്റ്റായിട്ട് നിങ്ങളുടെ ഫോണിൽ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാവും. അപ്പോൾ നമ്മൾക്ക് ആ സെർച്ച് ഓപ്ഷനിൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ആക്ടിവിറ്റി എന്നാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഏറ്റവും മുകളിലായിട്ട് ആക്ടിവിറ്റി എന്ന് ടൈപ്പ് ചെയ്യാം. ആക്ടിവിറ്റി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വരുമ്പോൾ കുറച്ച് നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. കാരണം ഇവിടെ ഗൂഗിളിന്റെ ആക്ടിവിറ്റിയാണ് വേണ്ടത്. മുകളിൽ ഗൂഗിളിൽ നിന്ന് കാണാം. അതിന്റെ താഴെ കാണുന്ന ആക്ടിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ഗൂഗിൾ ആക്ടിവിറ്റിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാനിവിടെ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് മെയിലാണോ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ആ മെയിലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ 4-5 ഇമെയിൽ ഐ ഡി യൂസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി ഏറ്റവും മുകളിൽ കാണിക്കുന്നുണ്ട്. അവിടെയാണ് ഞാൻ ക്ലിക്ക് ചെയ്തത്. നിങ്ങൾ ഏതാണോ മെയിൽ ഐ ഡി ഉപയോഗിക്കുന്നത് ആ മെയിൽ ഐ ഡി ആണ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് താമസമേ ഉള്ളൂ. ഇത് അവിടെ കണ്ടിട്ടുണ്ട് ആക്ടിവിറ്റി കൺട്രോൾസ് പറഞ്ഞിരിക്കുന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ കണ്ടാൽ ഞെട്ടിപ്പോകും. കാരണം നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ, നിങ്ങൾ ഈ മൊബൈലിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള മുഴുവൻ ഈ പറഞ്ഞിരിക്കുന്ന ഫോണ് ബാക്കിയുള്ളവർക്ക് കിട്ടിയാൽ മനസ്സിലാവും. ഇവിടെ കണ്ടില്ലേ, മാനേജ് ഓൾ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടില്ലേ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി, അത് കുറച്ചൊന്ന് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വരിക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിശയമായി പോകും. കാരണം നിങ്ങൾ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ചിട്ടുള്ള ഏതെല്ലാം സൈറ്റുകളിൽ പോയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ മുഴുവൻ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ കണ്ടില്ലേ ടുഡേ എന്ന് പറയും, ഇന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാനതൊന്ന് ബ്ലർ ചെയ്ത് വെക്കുകയാണ്, കാരണം എന്റെ രഹസ്യങ്ങൾ നിങ്ങൾ അറിയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഏതെല്ലാം സൈറ്റുകളിൽ പോയിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ താഴേക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഫോൺ മറ്റവരുടെയും കൈ കിട്ടി ജസ്റ്റ് ഒന്ന് അവർ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ, കണ്ട വീഡിയോസ്, അങ്ങനത്തെ പല കാര്യങ്ങളും അവർക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഒഴിവാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യണം. ആ ഡിലീറ്റിന് തൊട്ടടുത്തൊരു ബട്ടൺ ഉണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട് ഡിലീറ്റ് വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റിയിൽ ഇവിടെ നമുക്ക് ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് ഡേ, അല്ലെങ്കിൽ ഓൾവേസ് പറഞ്ഞിട്ട് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ ഓൾവേസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ ഓപ്ഷൻസ്, സബ് ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പം അതായത് ഇതിലുള്ള ഏതെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കേണ്ടത് എന്നുള്ളതാണ്. അതിൽ നമുക്ക് ഇവിടെ ചെക്ക് ബോക്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഏതെല്ലാം കാര്യങ്ങളാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെക്ക് ബോക്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വേണം നമ്മൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിലീറ്റ് എന്ന ഓപ്ഷൻ കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടില്ലേ ഇത്രയും കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഇതിൽ ഏതെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കേണ്ടത്, ഏതെല്ലാം കാര്യങ്ങളിൽ വരുന്ന ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കേണ്ടത് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഓൾവേസ് കൊടുക്കുന്നതിന് തൊട്ട് താഴെയായിട്ട് ഇവിടെ നമുക്ക് കുറച്ചും കൂടി നല്ലത് ഓട്ടോ ആയിട്ട് ഡിലീറ്റ് ചെയ്യുന്നതാണ്. അതായത് ഓട്ടോ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഓട്ടോ ഡിലീറ്റിന്റെ അവിടെയുള്ള ആ ഒരു ഏരോ മാർക്ക് ഉണ്ടല്ലേ, ആ ഏരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 മാസം, അതുപോലെ തന്നെ 18 മാസം, 36 മാസമാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും കുറവ് 3 മാസമാണ്. അപ്പൊ ഈ 3 മാസത്തോളം നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഓട്ടോ ആയിട്ട് ഡിലീറ്റ് ആയിപ്പോ. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഡിലീറ്റ് ആവേണ്ടെന്നാണ് ഉള്ളതെങ്കിൽ അതിന്റെ തൊട്ട താഴെയായിട്ട് ഡോണ്ട് ഓട്ടോ ഡിലീറ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. പക്ഷേ നമുക്ക് ഏറ്റവും നല്ലത് മറ്റൊരാളുടെയും കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 മാസത്തിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങളൊന്ന് നിങ്ങളുടെ ഫോണിൽ ഇപ്പൊ തന്നെ നോക്കി നോക്കുക. അങ്ങനെ ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡോണ്ട് ആക്ടിവിറ്റി ആണെങ്കിൽ അത് കൊടുക്കാം, ഡോണ്ട് ഡിലീറ്റ് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ 3 months വേണമെങ്കിൽ അത്